നമസ്കാരം. CCTV ദൃശ്യങ്ങൾ ഹാക്ക് ചെയ്തും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയുമൊക്കെയായിരുന്നു അമേരിക്കയുടെ സഹായത്തോടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ മൊസാദ് വധിച്ചത്. ഇത് നടന്നത് ഇറാനിലാണെങ്കിലും ഈ ഒരു നീക്കം തനിക്ക് നേരെ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു നേതാവുണ്ട്. മറ്റാരുമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയാണ് ഈ ഭയം പിടികൂടിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. മോസ്കോയിലെ മറ്റ് പ്രധാന നഗരങ്ങളിലും ഇന്റർനെറ്റിന് തടസ്സം നേരിടുന്നുണ്ട്. ഓഫീസ് ജീവനക്കാർ ഇന്റർനെറ്റ് കണക്ഷനുകൾക്കായി ബുദ്ധിമുട്ടുകയാണ്. കൗമാരക്കാർക്ക് നിരന്തരം VPN മാറ്റി ഉപയോഗിക്കേണ്ടി വരുന്നു. ടാക്സി ഡ്രൈവർമാർക്ക് ഓൺലൈൻ മാപ്പുകൾ ഇല്ലാതെ വഴി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഒരാഴ്ചയും മോസ്കോയുടെ മധ്യഭാഗങ്ങളിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും മൊബൈൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിലയ്ക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അധികൃതർ വിചിത്രമായ വിശദീകരണമാണ് ഇതിന് നൽകുന്നത്. ചില വിദേശ കമ്പനികൾ റഷ്യൻ നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുന്നതും യുക്രൈനിയൻ ഡ്രോണുകളിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുമാണ് ഈ നടപടിയെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. ഡ്രോണുകൾ ദിശ കണ്ടെത്താൻ സെല്ലുലാർ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ടെലിഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ദേശീയ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നാണ് റഷ്യൻ അധികൃതരുടെ വാദം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് പിന്നാലെയുണ്ടായ ശക്തമായ സുരക്ഷാ ആശങ്കകൾക്കിടയിലാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. മൊസാദ് ടെഹ്റാനിലെ CCTV സംവിധാനങ്ങൾ ഹാക്ക് ചെയ്തതായും അതുവഴി ഇറാന്റെ നേതൃത്വത്തിലുള്ളവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ റഷ്യയുടെ നിരീക്ഷണ സംവിധാനങ്ങളും വളരെ ശക്തമാണ്. അതിനാൽ തന്നെ സമാനമായ രീതിയിൽ ഇതും ചോർത്തപ്പെട്ടിട്ടുണ്ടാകാമെന്നും ക്രെംലിൻ ഭയപ്പെടുന്നുണ്ട്. ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പുടിൻ ക്രെംലിനിലെ തന്റെ പൊതുപരിപാടികൾ നിർത്തിവെക്കുകയോ കാര്യമായി പരിമിതപ്പെടുത്തുകയോ ചെയ്തതായും ചില വിവരങ്ങളുണ്ട്. എന്നിരുന്നാലും യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് ദുരൂഹമായ നീക്കമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പുതിയ നിയമങ്ങൾ പ്രകാരം സുരക്ഷാ ഏജൻസികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപഭോക്താക്കളുടെ ഇന്റർനെറ്റ് വിച്ഛേദിക്കാനും ആളുകളെ തടങ്കലിൽ വെക്കാനുമുള്ള അധികാരം വിപുലീകരിക്കാനും സാധിക്കും. ഇതിനോടകം തന്നെ 400-ലധികം VPNകൾ റഷ്യ നിരോധിച്ചു കഴിഞ്ഞു. പ്രാദേശിക നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ടെലിഗ്രാം മന്ദഗതിയിലാകുകയും വാട്സപ്പ് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ടെലിഗ്രാമിൽ യുക്രൈൻ്റെയും നാറ്റോയുടെയും ചാര സംഘടനകൾ നുഴഞ്ഞുകയറിയതായി റഷ്യൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ടെങ്കിലും കമ്പനി ഇത് നിഷേധിച്ചു. സ്വകാര്യതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള റഷ്യക്കാരുടെ അവകാശത്തെ അടിച്ചമർത്താൻ അധികാരികൾ ഓരോ ദിവസവും പുതിയ ഒഴിവഴിവുകൾ കണ്ടെത്തുകയാണെന്നാണ് ടെലിഗ്രാം സ്ഥാപകൻ പാവൽ ദുറോവ് വ്യക്തമാക്കിയത്. സ്വന്തം ജനതയെ ഭയപ്പെടുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ദയനീയ കാഴ്ചയാണിതെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം ചൈനയിലെയും ഇറാനിലെയും ഇത്തരം നിരോധന മാതൃകകൾ പഠിച്ച റഷ്യ മൊബൈൽ ഫിക്സ്ഡ് ഇന്റർനെറ്റുകൾ വലിയ തോതിൽ തടയാനും ആശയവിനിമയങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള ശേഷി വികസിപ്പിച്ചെടുത്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. നിലവിലെ യുദ്ധം മാത്രമല്ല, പഴയകാലത്തെ അസ്ഥിരതകളെക്കുറിച്ചുള്ള ക്രെംലിന്റെ ഭയവുമാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. 1989-ൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സോവിയറ്റ് പിൻവാങ്ങൽ വലിയ സാമൂഹിക പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുകയും ഇത് പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ച ഘടകങ്ങളിലൊന്നായി മാറുകയും ചെയ്തിരുന്നു. രാജ്യത്ത് സ്ഥിരത ഉറപ്പാക്കാൻ ഈ നടപടികളെല്ലാം നിയമപരവും അത്യാവശ്യമാണെന്നുമാണ് ക്രെംലിന്റെ നിലപാട്. ഇതൊരു അടിച്ചമർത്തലാണെന്ന വാദം പുടിനോട് അടുത്ത ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഐക്യം നിലനിർത്താൻ ഇത്തരം നടപടികൾ അത്യന്താപേക്ഷിതമാണെന്നും അവർ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും റഷ്യയിലെ യുവതലമുറ ഈ നിയന്ത്രണങ്ങളെ മറികടക്കാനുള്ള വഴികൾ ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അത് പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ VPNകൾ മാറി മാറി ഉപയോഗിക്കുന്നത്. അതേസമയം മാക്സ് എന്ന സർക്കാർ സ്പോൺസേഡ് മെസ്സഞ്ചർ ആപ്പ് ഉപയോഗിക്കാൻ റഷ്യൻ ജനതയെ നിർബന്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സ്കൂളിലെയും സർവകലാശാലകളിലെയും രക്ഷകർത്തൃ വിദ്യാർത്ഥി ചാറ്റ് ഗ്രൂപ്പുകൾക്കായി ഈ ആപ്പ് തന്നെ ഉപയോഗിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.